ഹലോ, എന്താ പാട്? എല്ലാവരും ഉഷാറല്ലേ, റാഹത്തല്ലേ? ഇപ്പം നമ്മളിന്ന് ഇവിടെ കൂടിയത് നമ്മളൊരു ചങ്കിൻ്റെ മിക്സി ആട്ടോ. ആളെ കാണിച്ചതാ. റംഷിയെ ഒരു ഹായ് പറഞ്ഞടാ. സുഹൈബേ ഇത് മറന്നിക്കണ്ട, അന്നെ എന്തായാലും കാണും, അന്നെ കൊടുക്കും. ബായ് ബായ്. അപ്പൊ ഞങ്ങൾ രാവിലെ പോകുന്നതാട്ടോ. കളിക്കല ഞങ്ങളൊരാൾ ഇവിടെ വീഡിയോ എടുക്കുമ്പോ എന്താ കളി? പുതിയാപ്പിള പ്രശ്നം കണ്ട പുതിയാപ്പിളിന്റെ ദിവസം. അപ്പൊ ഞങ്ങൾ എന്തല്ല ഇത് കഴിഞ്ഞിട്ട് ഇനി വേറെ പരിപാടികളുണ്ട്. ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ രാവിലെ വന്നിന് കേട്ടോ. ഞങ്ങൾ വേറെ ഒരുത്തം പുറത്തുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾക്ക് വിശന്നോണ്ട് ഞങ്ങൾ നേരത്തെ കഴിച്ചെന്നുള്ളൂ കേട്ടോ. കാരണം കുറച്ച് ലോങ്ങിന്ന് 1.5 മണിക്കൂർ ഓടി വന്നാ. അതിന് മാത്രം ലോങ്ങൊന്നുമില്ല, ചെറുതായിട്ട് നമ്മൾ കമ്പനിക്കാരുടെ ഇടയിൽ ഇങ്ങനെ. അപ്പം ഓന് ഫുഡ് കഴിച്ചിട്ട് എന്താണ് ഞങ്ങളൊന്ന് പുറത്ത് പോകും. അവിടുന്ന് ഞങ്ങൾ കുറച്ച് വൈബാക്കിയിട്ട് എന്തെങ്കിലും കടയിലൊക്കെ കയറി കഴിച്ച് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെയല്ല പറഞ്ഞേ. ഞാൻ തളർന്നിന് കഴിച്ചു കുടിക്കണ്. നല്ല അടിപൊളി ഫുഡ്, നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഫിഷ് ഫ്രൈ ഉണ്ടായി, പിന്നെ നല്ല ചിക്കൻ കടായി. ഓ, ഒരു രക്ഷയില്ല. സംശയേ അടുത്ത എന്താണ് ജൂണിലല്ലേ? ജൂണില് അടുത്ത പുതിയാപ്പിളാണ്. വേറെ പുതിയാപ്പിളതാ അപ്പം സുഹൈബിന് പെണ്ണ് റെഡി ആയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമ്മൾ റെഡി ആക്കും അല്ലേ? ഒരു അടുത്ത മാസം ആകുമ്പോൾ നമ്മൾ സെറ്റ് ആക്കും. അപ്പൊ റംഷിയെ എന്തെന്റെ അഭിപ്രായം? ചിലപ്പോ നമ്മളെ നിശ്ചയം കഴിഞ്ഞ് അടുത്ത മാസം 21-നാണ് കല്യാണം വരുന്നത്. അത് നമ്മൾ തകർക്കും. മെയ് 20-21 2 ദിവസങ്ങളായിട്ട് കല്യാണം പൊട്ടിക്കും. ഇതൊരു പരിപാടി. കാരണം ആ പൊട്ടിന് തരോ നമ്മൾ ഒമാനിൽ പോകുന്ന സന്തോഷത്തിന്റെ ഒരു അങ്ങനല്ലേ അല്ലേ? ആ ഒരു സന്തോഷം നമുക്ക് പൊട്ടിക്കണ്ടേ? കാരണം എല്ലാരും ഒരുമിച്ച് ഒമാനിന്ന് പോകുന്നേ. ആ ഒരു സന്തോഷം അതെ അറിയിക്കണം. പിന്നെ ബ്രൈഡിന് ഒരു നല്ലൊരു എൻട്രി കൊടുക്കണം. ഓഡിറ്റോറിയം എന്നാണ് പരിപാടി ഉണ്ട്. നമ്മളോളെ കൂട്ടി വരുമ്പോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാല് ഓളും കൂട്ടി കയറി വരുമ്പോ ജസ്റ്റ് ഒരു ബാനർ വെൽക്കം ടു ഫാമിലി എന്നൊരു ഒരു ബാനർ ജസ്റ്റ് ഉമ്മാനെ കൊണ്ട് ഉമ്മാനും പെങ്ങളെ കൊണ്ട് ജസ്റ്റ് നാട് പഠിപ്പിക്കുക. എന്നിട്ട് പെങ്ങളെ കൊണ്ട് ഒരു ബൊക്കെ കൊടുപ്പിക്കുക. ആ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഈ 4 സൈഡിൽ നമ്മളെ ഈ കുറച്ചൊരു ഫയർ വരില്ല, അതായത് പൂത്തിരി കത്തുന്നല്ല, അഞ്ചി കത്തുന്ന പോലെ. അത് നമ്മൾ ഈ വീടിന്റെ 4 സൈഡിൽ നല്ല കംപ്ലീറ്റ് ഒറ്റ മിനിറ്റ് കേട്ടോ. ഇത്ര നല്ല കാര്യങ്ങൾ ഇവിടെ പറയുമ്പോ അവിടെ വേറെ എന്താണ് അവിടെ തോണ്ടി കളിച്ചു. അതുകൊണ്ട് കുട്ടിയാണ് എല്ലാരും കണ്ടോളി. ആ പറഞ്ഞോ. അതെന്താ അതെന്താ അത് സൂം ചെയ്തെടുത്താ കാണിക്കണോ? ഇന്ന സൂം ചെയ്ത് കാണിക്കണ്ട. സംസാരിച്ച് അപ്പൊ അതാണ് കല്യാണത്തിന്റെ കാര്യം. അത് സർപ്രൈസസ് അല്ലല്ലോ, സർപ്രൈസ് പൊളിഞ്ഞാണ്. വേറെ അല്ല നീ ഇപ്പൊ കല്യാണത്തിന് മറ്റേ വണ്ടിയൊക്കെ എന്താ ഏൽപ്പിക്കണേ? നിസാലിന് സോഫ ഇട്ടിട്ട് ഓലി മറ്റെന്താണ് ജെസിബി കൊണ്ടിരുത്തിയാലോ? അല്ലെ പറക്കുന്നലിക മോഡല് ബസ്സൊക്കെ കുറച്ച് കൊണ്ടിട്ടായിരുന്നു എന്തിനു കൊണ്ട്. അതന്നെ. അപ്പൊ അങ്ങനെയാണ്. അടുത്ത മാസമാണ് ചെക്കന്റെ കല്യാണം. അതൊക്കെ തകർക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത് കാണുന്നവരൊക്കെ ഞാൻ ക്ഷണിക്കുന്നുണ്ട് കല്യാണത്തിന്. ധൈര്യമായിട്ട് വന്നു. അപ്പൊ എന്നോട് എന്താണ് പുതിയാപ്പിള പറഞ്ഞിട്ടുണ്ടാവും കല്യാണം അടുത്ത മാസം 21-ാം തീയതി കേട്ടോ. അതായത് പെണ്ണിന്റെ വീട്ടിൽ 20-ാം തീയതിയാണ്. അത് പിന്നെ നമുക്ക് കമ്പനിക്കാർക്ക് ഉണ്ടാവുള്ളൂ. 21-ാം തീയതി ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കല്യാണത്തിന് വരാം. 21-ാം തീയതി അതും പേരാമ്പ്ര വെച്ചിട്ടാട്ടോ. പിന്നെ വേറെന്താ, എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.